വെൽക്കം ഫ്രണ്ട്സ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിൻ്റെ 10th സ്റ്റാൻഡേർഡ് CBSEയുടെ ഓപ്റ്റിക്സ് അതായത് ലൈറ്റിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെറിക്കൽ മിറേഴ്സാണ്. സ്പെറിക്കൽ മിറേഴ്സ് എന്താണ് സ്പെറിക്കൽ മിറേഴ്സ്? സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിയറിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മിറേഴ്സിനെയാണ് സ്പെറിക്കൽ മിറേഴ്സ്. ദാറ്റ് ഇസ് വൈ ദാറ്റ് നെയിം ഹാസ് കം. അതായത് സപ്പോസ് ഇതൊരു സ്പിയറാണെന്നിരിക്കും. സപ്പോസ് ദിസ് എ സ്പിയർ. ഇതൊരു സ്പിയറാണ് ഈ പന്ത്. ഈ പന്തിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ. കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഞാനിങ്ങനെ മുറിച്ചെടുത്താൽ ദിസ് വിൽ ബി ദ പോർഷൻ. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു പോർഷനിൽ നിന്ന് ഉണ്ടാക്കുന്ന മിറേഴ്സിനെയാണ് സ്പെറിക്കൽ മിറേഴ്സ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ഒരു സ്പിയറിൽ നിന്ന് നമ്മളിങ്ങനെ അടർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്നതാണ് സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സ് രണ്ട് തരമുണ്ട്. വൺ ഈസ് കോൾഡ് കോൺകേവ് മിറർ. മറ്റൊന്നിൻ്റെ പേര് കോൺവെക്സ് മിറർ. നിങ്ങൾക്കറിയാം, ഒരു മിററിന് പോളിഷിംഗ് സർഫസ് ഉണ്ട്. ആ പോളിഷ്ഡ് സർഫസ്, ഒരു മിററിന് പോളിഷ്ഡ് സർഫസ് ഉണ്ട്. ആ പോളിഷ്ഡ് സർഫസിൽ നിന്നാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. റിഫ്ലക്ഷൻ ടേക്സ് ഫ്രം എ പോളിഷ്ഡ് സർഫസ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അടർത്തി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എവിടെ പോളിഷ് ചെയ്യുന്നു, എവിടെയാണ് ആ പോളിഷിംഗ് സർഫസ് ഉണ്ടാക്കുന്ന, റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇങ്ങനെ മുറിച്ചെടുത്തതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ, ഇങ്ങനെ മുറിച്ചെടുത്ത ഇങ്ങനെ ഇരിക്കുന്ന പീസിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ സിൽവർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അലൂമിനിയം കോട്ട് ചെയ്ത് അത് പോളിഷ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആക്കുകയാണെങ്കിൽ ദാറ്റ് mirror is called concave mirror. Instead, if you are polishing this surface, അതിൻ്റെ ആ കോൺവെക്സ് സർഫസ്, ഇങ്ങനത്തെ സർഫസിൽ ഇങ്ങനെ അടർത്തിയെടുത്തതിൽ ഈ ഭാഗത്താണ് ഇത് നമ്മൾ സിൽവർ ചെയ്യണമെങ്കിൽ, നമ്മൾ മറ്റേ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് മിറർ ഈസ് കോൾഡ് കോൺവെക്സ് മിറർ. അപ്പോൾ സ്പെറിക്കൽ മിറേഴ്സിൽ ദർ ആർ ടു ടൈപ്സ് ഓഫ് മിറർ, ദ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവ് മിററിൽ ഇന്നർ സൈഡ്, ആ പീസിൻ്റെ ഈ ഇന്നർ സൈഡിലായിരിക്കും നമ്മൾ പോളിഷ് ചെയ്യുക. അത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാകും. പുറം ഭാഗത്ത് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എ കോൺകേവ് മിറർ. ഇതൊരു കോൺകേവ് മിററാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ ഇത് വലിയൊരു സ്പിയറിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ ഉള്ള ഒരു 50 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്പിയറിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു ഭാഗമാണ്. അതുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ മിററായിട്ട് തോന്നും. പക്ഷേ പ്ലെയിൻ മിറർ അല്ല, ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മിററാണ്. ഇതിൻ്റെ ഉൾഭാഗം, അതായത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഈ ഉൾഭാഗമാണ് സിൽവർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് എ കോൺകേവ് മിറർ. പുറം ഭാഗം എന്ത് ചെയ്യും? ആ സിൽവർ കോട്ടിങ് പോകാതിരിക്കാൻ പുറത്ത് പെയിൻ്റ് അടിച്ച് വയ്ക്കും. So this is called a concave mirror. And there is another mirror called convex mirror. അതിനകത്ത് ഈ സർഫസ് നമ്മൾ സിൽവർ ചെയ്യും, ഇവിടെ ഇതേപോലെ പെയിൻ്റ് അടിച്ച് വയ്ക്കും. സോ ദിസ് ഈസ് കോൾഡ്, ആൻഡ് ദെൻ ദാറ്റ് മിറർ ഈസ് കോൾഡ് കോൺവെക്സ് മിറർ. നമുക്ക് ഈ മിറേഴ്സിന് രണ്ട് കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. ഇതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഹൗ ദിസ് വിൽ ബിഹേവ് വെൻ ഇറ്റ് റിഫ്ലെക്ട്സ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഒരു പടം ഇതിൽ വന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു വസ്തുവിൻ്റെ പടം ഇതിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഹൗ ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ആൻഡ് ഫോം ആൻ ഇമേജ്. അതാണ് നമുക്ക് സ്പെറിക്കൽ മിറേഴ്സിൽ പഠിക്കാനുള്ളത്. നമുക്ക് പ്ലെയിൻ മിററിൽ അറിയാം, വെർച്വലായിട്ടുള്ളൊരു ഇമേജ് നമ്മളുടെ അതേ സൈസിൽ ഇറക്റ്റായിട്ട് നമ്മളെങ്ങനെ നിൽക്കുന്ന, തലകുത്തിയൊന്നും നിൽക്കില്ല, ഇറക്റ്റായിട്ട് തന്നെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇമേജ്. പക്ഷേ കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ ഉള്ളൊരു കാര്യം, ഈ നമ്മൾ കാണാനായിട്ട് വെക്കുന്നത്, ഇപ്പോൾ ഈ പേനയുടെ ഒരു ഇമേജാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഈ പേനയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്. ഇപ്പോൾ പ്ലെയിൻ മിററിൽ നോക്കിയാൽ ഒരു പേന തന്നെ അവിടെ കാണാൻ പറ്റും, ഇത്രയും ദൂരം മാറി ഒരു പേന നിൽക്കുന്നത്. പക്ഷേ സ്പെറിക്കൽ മിറേഴ്സിൽ ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ നൗ വി ആർ ഗോയിങ് ടു സ്പെറിക്കൽ മിറേഴ്സ്. ഇപ്പോൾ ഞാൻ വരച്ചു വച്ചിരിക്കുന്ന ഈ പടം എന്ന് പറയുന്നത് ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പന്തിൽ നിന്ന് ഈ കഷ്ണം മുറിച്ചെടുത്തില്ലേ, അതേപോലെ ആ പന്തിൻ്റെ പടമാണെന്ന് വിചാരിക്കുക, വലുതാക്കി വരച്ചേക്കുന്നത്. അതിൽ നിന്നും മുറിച്ചെടുത്ത പീസാണ് ദേ ഈ കാണുന്നത്. ഓക്കെ, ആ ചുമന്ന വരയിലിട്ടേക്കുന്ന അങ്ങനെ മുറിച്ചെടുത്ത പീസാണ് ഇപ്പോൾ ചേർത്ത് വെച്ചേക്കുകയാണ്. ഞാനത് കുറച്ച് കഴിയുമ്പോൾ സ്പിയർ മാറ്റും. ഓക്കെ, നമുക്കിനി കുറച്ച് ടേംസ് പഠിക്കണം ഇതിൻ്റെ ഓരോ മിററിൻ്റെയും ഇതിൻ്റെ. സി, ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ഈ സ്പിയറിൻ്റെ സെൻറ്റർ ഇതാണ്, ഇതാണ് സെൻറ്റർ സി, ഇതതിൻ്റെ റേഡിയസാണ്. അപ്പോൾ ഈ സ്പെറിക്കൽ മിറർ അതിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. ഇനി ഈ മിറർ ഇല്ലയെന്ന് നിങ്ങൾ ഈ ബാക്കിയുള്ള സ്പിയർ ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ പീസ് ഇരിക്കുക. അതിൻ്റെ സെൻറ്റർ ഇവിടെ ആയിരിക്കും, ഈ സ്പിയറിൻ്റെ സെൻറ്റർ. ഇങ്ങനെ ഒരു സ്പിയറിൽ നിന്നാണിത് മുറിച്ചെടുത്തതെന്ന് വിചാരിക്കുക നിങ്ങൾ. സ്പിയറിൽ നിന്ന് മുറിച്ചെടുത്ത പീസാണ് ഇത്. അപ്പോൾ ആ സ്പിയറിൻ്റെ സെൻറ്റർ ഇതാണെന്ന് വിചാരിക്കുക. സോ സ്പിയറിൻ്റെ സെൻറ്ററിനെ, അപ്പോൾ ഈ മിററിനെ സംബന്ധിച്ചിടത്തോളം ദിസ് സെൻറ്റർ, ദിസ് പോയിൻ്റ് സി ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ 1. സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇതാണ് ഈ മിററിൻ്റെ, ഈ ചുമന്ന കളറിലെടുത്തേക്കാൻ ഞാൻ മുറിച്ചെടുത്ത മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഞാനിതൊന്ന് മായ്ക്കുകയാണ് തൽക്കാലം. Now this is only a curvature, കർവ് മാത്രമാണ്. So this is called the center of curvature of the mirror. And this distance, ഇതിൻ്റെ റേഡിയസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ഞാനിവിടെ ഒരു പോയിന്റ് പി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പി എന്ന് പറയുന്നത് ഈ മിറർ ഇത്രയേ ഉള്ളൂ, ആ മിററിൻ്റെ സെൻറ്ററാണ്. അതായത് ഇതാണ് മിററെങ്കിൽ നിങ്ങൾ ചെറിയ ഒരു മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുക. മേശപ്പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ബോൾ ബെയറിങ്ങിൻ്റെ ചെറിയൊരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ ബോൾ റെസ്റ്റിൽ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഇതിനെ റെസ്റ്റിൽ വെക്കുക. റെസ്റ്റിൽ വെച്ച് ഹൊറിസോണ്ടലായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിനകത്തൊരു സൈക്കിൾ ബോൾ ബെയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്പെറിക്കൽ ബോൾ, മെറ്റൽ ബോൾ ഇട്ട് കഴിഞ്ഞാൽ ബോൾ എവിടെ പോയി നിൽക്കും? ബോൾ കൃത്യമായിട്ട് ഉരുണ്ടുപോയി അതിൻ്റെ നടുവിൽ നിൽക്കും, അല്ലേ? ഇറ്റ് വിൽ കം ടു ദ സെൻറ്റർ. ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് അതിങ്ങനെ നിൽക്കും. ഇങ്ങനെ ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉരുണ്ട് പോകുന്ന ഒരു വസ്തു, ഒരു ചെറിയ ബോൾ വെച്ചാൽ ആ ബോൾ ഇതിൻ്റെ സെൻറ്ററിൽ വന്ന് നിൽക്കും. ഇപ്പോൾ ചിരട്ടയ്ക്കകത്ത് നിങ്ങളൊരു ബോൾ എടുത്തിട്ട് എവിടെ പോയി ചിരട്ടയുടെ ആ ഉള്ളിൽ ഏറ്റവും താഴ്ത്ത് പോയി നിൽക്കും, അല്ലേ? അതേപോലെ വന്ന് നിൽക്കുന്ന, അതായത് അത് ഇതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലായിരിക്കും. ഈ സർക്കിളിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലായിരിക്കും ഈ പോയിൻ്റ്. ആ പോയിൻ്റാണ് ഞാനിവിടെ പി എന്ന് മാർക്ക് ചെയ്യണം. ആൻഡ് ദിസ് പോയിൻ്റ് പി ഈസ് കോൾഡ് pole. It is called pole. It is called pole. ഈ പോയിന്റിന് പറയുന്ന പേരാണ് പോൾ. പോൾ എന്ന് പറഞ്ഞാൽ ആ സ്പെറിക്കൽ മിററിൻ്റെ എക്സാക്ട് സെൻറ്ററിനെയാണ് പോൾ എന്ന് പറയുന്നത്. ഓക്കെ, Now I am drawing a line from P to C. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. ഈ ലൈനിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ബോത്ത് ദ പോൾ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. പോളിലും സെൻറ്റർ ഓഫ് കർവേച്ചറിലും കൂടി കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിനി ജോമെട്രിക്കലായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോമെട്രി ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോകുന്നത്.
സ്പെറിക്കൽ മിററിൽ എങ്ങനെ റിഫ്ലക്ഷൻ നടക്കും, ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇറ്റ് ഈസ് കോൾഡ് ദ ലൈൻ ജോയിനിങ് ദ പോൾ ഓഫ് എ മിറർ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഇനി ഞാൻ ഈ മിററിൻ്റെ ഈ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യണം. ഈ ലെങ്ത് യൂസിങ് എ സ്കെയിൽ, ഇപ്പോൾ ഇതൊരു സ്കെയിലാണെന്ന് വിചാരിക്കാം. ഞാൻ ഈ ലെങ്ത്തിൻ്റെ ഈ നീളം ഒന്ന് മെഷർ ചെയ്യണം. ദിസ് ലെങ്ത് എന്ന് ആ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ? ഈ മിററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്താണ്. ആൻഡ് ദാറ്റ് ലെങ്ത് ഈസ് കോൾഡ് ലീനിയർ അപ്പർച്ചർ. ലീനിയർ അപ്പർച്ചർ എന്ന് പറയും. അപ്പർച്ചർ ഓഫ് ദ മിറർ എന്ന് പറഞ്ഞാൽ ആ മിററിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്നാണ്. ഈ മിററിൻ്റെ വലിപ്പം ഇതാണെങ്കിൽ ദിസ് വിൽ ബി ഇതാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഈ ലെങ്ത്, ഈ രണ്ട് അറ്റവും തമ്മിലുള്ള ലെങ്ത് ഈസ് കോൾഡ് അപ്പർച്ചർ, ലീനിയർ അപ്പർച്ചർ. ദെൻ ദർ ഈസ് അനദർ തിങ് കോൾഡ് ആംഗുലാർ അപ്പർച്ചർ. ആംഗുലാർ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എൻഡ്, മിററിൻ്റെ എൻഡ് ഇതാണെന്ന് വിചാരിക്കുക. ഈ എൻഡിൽ നിന്ന് സെൻറ്ററിലേക്ക് നമ്മളൊരു 2 വര വരയ്ക്കുക, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ. ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗുലാർ അപ്പർച്ചർ. ഇത് ലീനിയർ അപ്പർച്ചർ. ഇത് പറഞ്ഞിട്ട് ആംഗുലാർ അപ്പർച്ചർ. ആംഗുലാർ അപ്പർച്ചറിൻ്റെ ഉപയോഗമൊന്നും നിങ്ങൾക്ക് വരുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ലീനിയർ അപ്പർച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു ഇതിൻ്റെ ഇനി ഫോക്കസൊക്കെ ഉണ്ട്, അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഒരു സ്പെറിക്കൽ മിററിന് വെദർ ഇറ്റ് ഈസ് കോൺകേവ് ഓർ കോൺവെക്സ്, ഇതിൻ്റെ ഈ സൈഡ് ഉൾഭാഗം പോളിഷ് ചെയ്താൽ ദിസ് വിൽ ബിക്കം, പോളിഷ് ചെയ്യാത്ത ഭാഗമാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്, ദിസ് വിൽ ബിക്കം എ കോൺകേവ് മിറർ. അതേസമയം നിങ്ങൾ ആ പീസ് എടുത്തിട്ട് നിങ്ങൾ ഉൾഭാഗം നിങ്ങൾ പെയിൻ്റ് അടിക്കുകയും പുറം ഭാഗം പോളിഷ് ചെയ്യുകയും ചെയ്താൽ ദിസ് വിൽ ബിക്കം എ കോൺവെക്സ് മിറർ. അപ്പോൾ കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും ഇറ്റ് ഈസ് ഹാവിങ് എ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇറ്റ് ഈസ് ഹാവിങ് എ റേഡിയസ് ഓഫ് കർവേച്ചർ, ഇറ്റ് ഈസ് ഹാവിങ് എ പോൾ, ഇറ്റ് ഈസ് ഹാവിങ് എ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ലീനിയർ അപ്പർച്ചർ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക. എന്താണ് ഓരോന്ന് ഡിഫൈൻ ചെയ്യണം. വാട്ട് ഈസ് സെൻറ്റർ ഓഫ് കർവേച്ചർ? സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ദ പോയിന്റ് വേർ ദ center of the sphere from where this mirror is made of. മിററിൻ്റെ ഏതിൽ നിന്നുണ്ടാക്കിയ സ്പിയറാണോ ആ സ്പിയറിൻ്റെ സെൻറ്ററാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ സ്പെറിക്കൽ മിറർ. ഇനി റേഡിയസോ? റേഡിയസ് ഈസ് ദ റേഡിയസ് ഓഫ് ദ sphere from which this mirror is constructed or formed. Then what is pole? Pole is the center of the mirror. ഈ മിറർ പീസ് ഇങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്ത് ഉള്ള അതിൻ്റെ സെൻറ്റർ, അതിൻ്റെ മൊത്തത്തിലുള്ള സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തെയാണ് പോൾ എന്ന് പറയുന്നത്. Now what is radius of curvature? Okay, then this distance is called aperture. മിററിൻ്റെ ആ വലിപ്പത്തെയാണ് അല്ലെങ്കിൽ ഈ ഡയമീറ്ററിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഈ ഭാഗം, ഈ ലെങ്തിനെയാണ്, ഈ 2 വിരലുകൾ തമ്മിലുള്ള അകലത്തെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഫോക്കസ് എന്ന് പറയുന്ന എന്താണെന്നൊന്ന് നോക്കാം. ഫോക്കസ്, സി ഇതൊരു സ്പെറിക്കൽ മിററാണ്. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 6 ആണ്. അതിൻ്റെ റേഡിയസ്, ഈ ഡിസ്റ്റൻസാണ് 6.
അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇതാണ്. എന്ന് വെച്ചാൽ ഇതൊരു സ്പിയറിൻ്റെ ഭാഗമായിരുന്നു, അതിൻ്റെ സെൻറ്ററാണിത്, അതിൻ്റെ റേഡിയസ്, ആ സ്പിയറിൻ്റെ റേഡിയസാണിത്. നോ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എ റേ ഓഫ് ലൈറ്റ്, ഒരു റേയെക്കുറിച്ച് ചിന്തിക്കുക. അതായത് ഒരു ലൈറ്റ് ബീം, വളരെ നേരിയൊരു ലൈറ്റ് ബീം ഒരിടത്തുനിന്ന് വരുന്നതായിട്ട് ചിന്തിക്കുക. സപ്പോസ് ഒരു ലൈറ്റ് ബീം ഇങ്ങനെ നേരെ വരുന്നതായിട്ട് ചിന്തിക്കുക. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലേസർ ബീമോ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക. സോ അത് വരുന്ന ഡയറക്ഷൻ ഞാൻ വരച്ച് കഴിയുമ്പോൾ ദിസ് ഈസ് എ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ ദിസ് മിറർ. ഈ മിറർ കോൺകേവ് മിററാണ്. അതിൻ്റെ പുറകിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചേക്കണേ. ഇതിൻ്റെ ഉള്ളിലാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിൽ വീണ് കഴിഞ്ഞാൽ what will be the situation? It will get reflected, alle. So it will get reflected through this point. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. ഒരു റേ വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷനും കൂടി വരയ്ക്കണം. ഓക്കെ, ദിസ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇവിടെ വേറൊരു ലേസർ ബീം ഞാൻ ഇങ്ങനെ തന്നെ വിടുകയാണ്. ഈ റേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പാരലൽ ടു, കണ്ട ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇറ്റ് ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് റേ ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. This ray is also ഇങ്ങനെയാണ് വരുന്നത്, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഈ റേയും ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. ഈ റേയും റിഫ്ലക്റ്റ് ചെയ്യും. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ രണ്ട് റേയും കൂടി പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു ഭാഗത്ത് വന്ന് കൂട്ടിമുട്ടും. ഇനി വേറൊരു ലൈൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഇതുമായിട്ട് കയറി മുട്ടും. വേറൊരു ലൈൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അപ്പോൾ അതും ഇങ്ങനെ കയറി പോകും. ചുരുക്കി പറഞ്ഞാൽ experimentally it is found that if you pass a light ray parallel to the principal axis, it will get reflected and pass through a fixed point on the principal axis. Principal axis ൽ വന്ന് എല്ലാം കൂടി കൂട്ടിമുട്ടുന്ന ഒരൊറ്റ പോയിന്റിലായിരിക്കും കൂട്ടിമുട്ടുക. അല്ലാതെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ പലയിടത്തല്ല പ്രിൻസിപ്പൽ ആക്സിസിൽ കൂട്ടിമുട്ടുന്നത്. ഇറ്റ് വിൽ മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ആ പോയിന്റിന് പറയുന്ന പേരാണ്, ഇത് പ്രിൻസിപ്പൽ ആക്സിസിൽ കിടക്കുന്നത് കൊണ്ട് ഇതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് എന്തുകൊണ്ടങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത്രയും ഡെപ്തിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിക്കുന്ന കൊണ്ടാണ്. ഇതിൻ്റെ ഇവിടെ നിങ്ങൾ ഒരു നോർമൽ വരക്കണം അല്ലേ? നോർമൽ വരച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? ഈ നോർമൽ വരച്ചാൽ ദാറ്റ് നോർമൽ വിൽ പാസ് ടു ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇതിൻ്റെ ഈ മിററിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് ഞാൻ നോർമൽ വരച്ചാൽ ഇത് ഇങ്ങനെ ചരിഞ്ഞ്, പ്ലെയിൻ മിററാണെങ്കിൽ നോർമൽ എല്ലാം ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന മിററായതുകൊണ്ട് അതിൻ്റെ നോർമൽ വരച്ച് കഴിഞ്ഞാൽ എല്ലാ നോർമൽ എന്ന് പറയുന്ന ഏത് പോയിന്റിൽ നിന്ന് നോർമൽ വരച്ചാലും, നോർമൽ വെച്ചാൽ പെർപെൻഡിക്കുലർ ടു ദാറ്റ് പോയിന്റ്, ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ചാൽ അതെല്ലാം സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും. അങ്ങനെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി കടന്നു പോകുന്ന ഒരു ഇതായതുകൊണ്ട് ഇതിന് പാരലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 15 ഡിഗ്രിയാണെന്നിരിക്കട്ടെ, ഇതും 15 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഇതിൽ നിന്ന് ഇത്രയും 30 ഡിഗ്രി അങ്ങ് തിരിഞ്ഞു. ഡീവിയേഷൻ അതല്ല,
ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ മിറർ ഇല്ലായിരുന്നെങ്കിൽ പോകുന്നതിൽ നിന്ന് എത്ര തിരിഞ്ഞു എന്നുള്ളതാണ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് 180 മൈനസ് 2θ എന്നൊക്കെ പറഞ്ഞൊരു ഫോമുല ഉണ്ട്, അതപ്പോൾ നിൽക്കട്ടെ. അപ്പോൾ ഈ 30 ഡിഗ്രി ഇങ്ങോട്ട് മാറിപ്പോവും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ സപ്പോസ് ഈ ലൈറ്റ് ഈ വരുന്ന ലൈറ്റ് ഈ നോർമലി കൂടിയാണ് പോയിരുന്നെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോയാൽ. പക്ഷേ നോർമലി കൂടിയല്ല പോകുന്നത്. നോർമലുമായിട്ട് 15 ഡിഗ്രി ഉണ്ട്, 15 ഡിഗ്രി തന്നെ തിരിഞ്ഞിങ്ങോട്ട് പോരും. അപ്പം അങ്ങനെ 15 ഡിഗ്രി തിരിഞ്ഞ് പോരുമ്പോൾ അത് കറക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഒത്ത നടുവിലൂടെ ആയിരിക്കും പോകുന്നത്. ആ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും നടുവിലൂടെയുള്ളൊരു പോയിന്റിലായിരിക്കും പോകുക. അതിലേക്ക് നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു കാരണം പറഞ്ഞതേയുള്ളൂ. ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അത് മനസ്സിലായില്ലെങ്കിലും ബേജാറാകേണ്ട, നിങ്ങൾ അത് പഠിക്കണം എന്നില്ല. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഇഫ് എ ലൈറ്റ് റേ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ഫോൾ ഓൺ എ സ്പെറിക്കൽ മിറർ, then it will reflect through a point on the principal axis, which is called the focus. ഇതിനെ പറയുന്ന പേരാണ് ഫോക്കസ്. And the peculiarity of focus is this focus will lie, this principal focus lie at the exact center between P and C. ഈ പിക്കും സിക്കും ഇടയ്ക്കുള്ള നീളത്തിൻ്റെ നേർ പകുതിയിലായിരിക്കും വന്ന് വീഴുക. ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? പിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ദാറ്റ് ഈസ് കോൾഡ് എ റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ദിസ് ഈസ് കോൾഡ് എ റേഡിയസ് ഓഫ് curvature, and this is denoted by the letter R. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് ഇതിൻ്റെ നേർ പകുതിയാണ്. സോ ദിസ് വിൽ ബി R/2. ഇത് റേഡിയസിൻ്റെ പകുതിയായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് പഠിച്ചു. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ്? All light rays coming parallel to the principal axis will pass through a point on the principal axis, and that point is called the principal focus. And principal focus, the distance of the principal focus from the pole is known as focal length. This is called F, small f, and small f will be equal to length. Small f will be equal to R/2, where R is the radius of curvature. R is called the radius of curvature. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന്? നമ്മൾ ഇന്ന് പഠിച്ചത് വാട്ട് ഈസ് കോൾഡ് ഒരു സ്പെറിക്കൽ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി കോൺവെക്സ് മിറർ വരുന്നുണ്ട്. കോൺവെക്സ് മിററിൻ്റെയും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഫോക്കസ് വരുന്നതെന്നൊക്കെ കാണിച്ചു തരാം. സോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം ഇതാണ്: സ്പെറിക്കൽ മിറർ കൺസിസ്റ്റ് ഓഫ് എ സെൻറ്റർ ഓഫ് കർവേച്ചർ, ആൻഡ് the center of the mirror is called the pole, and the distance between the pole and the center of curvature is called the radius of curvature. പിന്നെ അപ്പർച്ചർ എന്താണെന്ന് പഠിച്ചു. ഈ ലെങ്താണ് അപ്പർച്ചർ. ദെൻ അത് ലീനിയർ അപ്പർച്ചർ. പിന്നെ നമ്മൾ ആംഗുലർ അപ്പർച്ചർ പഠിച്ചു. ഈ പോയിൻറ്റും ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചാൽ ഈ ആംഗിളിനെയാണ് ആംഗുലർ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മളെന്ത് പഠിച്ചു? when a ray of light parallel to the principal axis is incident on a concave mirror, കോൺവെക്സ് മിററിന് നേരെ തിരിച്ച് പറയേണ്ടി വരും, അതുകൊണ്ടാണ് ഒരു വ്യത്യാസമുണ്ട്, അത് പറയാം. കോൺകേവ് മിറർ, ഇറ്റ് വിൽ പാസ് ത്രൂ ദ പോയിന്റ്, സിംഗിൾ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്, ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. Principal focus. And the peculiarity of principal focus is that it will be situated in between the pole and the center of curvature, exactly at the middle point. So that for length, the length of the focus, the distance between the focus and the pole, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ആ ലെങ്തിന് പറയുന്ന പേരാണ് focal length of the mirror, and that is equal to, represented by F, and that is equal to R/2.
റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ നേരെ പകുതിയായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺവെക്സ് മിററിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. Now let us see the case of a convex mirror. ഇതാണ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൻ്റെ ഔട്ടർ സർഫേസാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഉൾഭാഗം നമ്മൾ ഒപ്പേക്കായിരിക്കണം, പെയിൻറ്റ് ചെയ്ത് ഒപ്പേക്കാക്കിയേക്കണം, ലൈറ്റ് കടന്നു പോകാത്ത രീതിയിൽ. ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. വലിയൊരു മിററിൻ്റെ ഇതാണ് മുറിച്ചാണ്, വലിയൊരു സ്പിയറിൻ്റെ ഒരു ഭാഗമാണിതെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഇമാജിൻ ദിസ് ഈസ് ദ പോൾ, അതിൻ്റെ എക്സാക്ട് സെൻറ്റർ. ഇത് വന്നിട്ട് അതിൻ്റെ അപ്പർച്ചർ, ലീനിയർ അപ്പർച്ചർ. നൗ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ഇവിടെ വളരെ ദൂരെ നിന്ന് ഒരാളൊരു ലേസർ പോലത്തെ ഒരു ചെറിയ പാരലൽ ബീം വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് ഈ ലൈറ്റ് ബീം വരുന്നത്, ലൈറ്റ് റേ. ഈ റേ ഓഫ് ലൈറ്റ് വന്ന് ഇവിടെയാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്, ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോരും. സോ ഇത് വേറൊരു പാരലൽ റേ, ഇത് വന്നു കഴിഞ്ഞാൽ ഇതും ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. നൗ ഇവിടെ ഫോക്കസിലൂടെ ഒന്നുമല്ല കടന്നു പോകുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് അകന്നിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, വേറെ അകന്നു പോവുകയാണ്. അപ്പോൾ ഒരാൾ വളരെ ദൂരെ നിന്ന് ഒരാൾ ഇങ്ങനെ നമ്മളുടെ ഒരു ലേസർ ബീം വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും. അപ്പോൾ ഒരാളുടെ, നമ്മൾ നോക്കുന്ന ആളുടെ കണ്ണ് ഇതാണെന്നിരിക്കട്ടെ, ഞാൻ ഹ്യൂമനായി ഇത്തിരി വലുതാക്കി വരയ്ക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് ഐ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ കണ്ണിന് റിഫ്ലക്റ്റിംഗ് സർഫസാണ്, അതുകൊണ്ട് അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണെന്നൊന്നും നമ്മളുടെ കണ്ണിൽ വീഴുന്ന ഇമേജ് അനലൈസ് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതിനുള്ള കഴിവൊന്നുമില്ല. ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് വരുന്ന ലൈറ്റ് ബീം വരുന്ന അവിടെയാണ് ആ വസ്തു ഇരിക്കുന്നതെന്നാണ് തലച്ചോറ് ചിന്തിക്കുന്നത്. അപ്പോൾ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്, ഈ ഒരു റേ ആണ് വന്ന് കണ്ണിൽ വീഴുക, ആ ഇമേജ് റെറ്റിനയിൽ വീണിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. അതിൻ്റെ നെർവ്സ് നമ്മുടെ ബ്രെയിനിലോട്ട് കൊടുക്കും, ബ്രെയിൻ അപ്പോൾ അതിനെ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ കണ്ണിൽ വന്ന് ഇത് വീഴുമ്പോൾ നമ്മളുടെ തലച്ചോറ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് റേ ഇവിടെ നിന്ന് വരുന്നതായിട്ടാണ്. ഇറ്റ് വിൽ അപ്പിയർ ടു കം ഫ്രം ദിസ് പോയിൻ്റ്. അല്ലെങ്കിൽ ഇതൊരു സ്പെറിക്കൽ മിററാണ്, ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ ആണെന്നൊന്നും കണ്ണിൽ വരുന്ന ഇമേജ് വെച്ചിട്ട് ബ്രെയിനിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രെയിൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ലൈറ്റ് കംസ് ഫ്രം ദിസ് പോയിൻ്റ്. അതായത് ഇവിടെ നിന്ന് ഒരാളിങ്ങനെ ഒരു ലേസർ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ മിററിൽ നിന്ന് ഞാനൊന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നും അത് ഇവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നും. മനസ്സിലായോ? സോ ദിസ് ഇറ്റ് വിൽ അപ്പിയർ ദാറ്റ് ദ ഇമേജ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ ഫോക്കസ് ഓഫ് ദ മിറർ. വി വിൽ ഫീൽ ലൈക്ക് ദിസ്. അതാണ് കോൺവെക്സ് മിററിൻ്റെ ഗുണം. അതായത് ഇവിടെ വീഴുന്ന ഇമേജ് എന്ന് പറയുന്ന, നേരത്തെ പ്ലെയിൻ മിററിൽ നമുക്ക് അവിടെ ഒരാൾ നിൽക്കുക, ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് അല്ലേ? അത് നമുക്കൊരു സ്ക്രീനിലൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് വെർച്വൽ ഇമേജ്. അപ്പോൾ കോൺവെക്സ് മിറേഴ്സ് വെർച്വൽ ഇമേജസ് ഫോം ചെയ്യും. ഇമേജസ് എപ്പോൾ? വെൻ ദ ലൈറ്റ് ഈസ് പാരലൽ ടു ദിസ് തിങ്. അപ്പോൾ അത് ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. മനസ്സിലായോ? വെർച്വൽ ഇമേജസ് ആയിട്ട് ഇവിടെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് കോൺവെക്സ് മിറർ. നമ്മൾ എപ്പോഴും ഇത് പഠിക്കുമ്പോൾ കഴിയുന്നതും നമ്മളെല്ലാം കോൺകേവ് മിറർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മിററിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഓക്കെ, ആ പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്നുള്ള സ്റ്റഡി ചെയ്യാൻ പോകാം. ഇനി നമുക്ക് ഇതിൽ ഒരു ആക്ടിവിറ്റിയും ചെയ്യാം, ഒരു പ്രോബ്ലവും ചെയ്യാം. ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോൺകേവ് മിറർ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫോക്കൽ ലെങ്ത്. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺകേവ് മിറർ, ദെൻ എ പേപ്പർ സ്ക്രീൻ, ഒരു പേപ്പർ കഷ്ണം, ഇതേപോലെ ഒരു പേപ്പർ പീസ്.
ഒരു പേപ്പർ പീസ്, പിന്നെ ഒരു മീറ്റർ സ്കെയിൽ, ലെങ്ത് അളക്കാനുള്ള ഒരു മീറ്റർ സ്കെയിലും വേണം. ഇതാണ് അപ്പാരറ്റസ് റിക്വയർഡ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നിങ്ങൾ സൂര്യപ്രകാശം നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾ ഈ കോൺകേവ് മിറർ സൂര്യന് നേരെ തിരിച്ചു പിടിക്കുക, സൂര്യപ്രകാശം വീഴത്തക്കെതിരെ പിടിക്കുക. അതിനുശേഷം അതിൻ്റെ ഇമേജ്, സൂര്യൻ്റെ ഇമേജ്, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് വീഴുന്നത്. ദൂരെ നിന്ന് വരുന്ന ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈൻസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ എന്താണ് നിയമം? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വന്നാൽ ദാറ്റ് വിൽ ഗെറ്റ് പാസ് ത്രൂ ദ ഫോക്കസ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന എല്ലാ റേസും, all the rays from the sun which is falling on the mirror will get reflected and pass through the focus. എല്ലാ റേയും ഫോക്കസിലൂടെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുക. അവിടെ നിന്ന് വരുന്ന ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും, ഇവിടെ നിന്ന് എല്ലാം പാസ് ചെയ്യുന്ന ഫോക്കസിലൂടെയാണ്. അപ്പോൾ ഫോക്കസിൽ നിങ്ങൾക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഇമേജ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ സൂര്യൻ്റെ നേരെ പിടിക്കുക, എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ അടുപ്പിച്ച് ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ ചുരുങ്ങി വന്ന് ദാറ്റ് വിൽ ബിക്കം എ മൈന്യൂട്ട് പോയിൻ്റ്. ഒരു പോയിന്റിൽ അത് വന്ന് നിൽക്കുന്നതായിട്ട് കാണും. ദെൻ യു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് ഇതെവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ട് വേണം ഈ ജോലി ചെയ്യാനായിട്ട്. അടുപ്പിച്ച് വന്നിട്ട് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഈ മിററും ഈ പൊസിഷനിലാണ് ഫോക്കസ് കിട്ടിയെങ്കിൽ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ദ പേപ്പർ സ്ക്രീൻ. അപ്പോൾ ദാറ്റ് വിൽ ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺകേവ് മിറർ. അതിൽ നിന്ന് നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെ കാണും? ഫോക്കൽ ലെങ്ത് കിട്ടി, എഫ് കിട്ടി. ദെൻ ഹൗ യു വിൽ ഫൈൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ? ഇതിൽ ഒരു സ്പിയറിൽ നിന്ന് എടുത്തതാണ്. ആ സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഓഫ് കർവേച്ചർ, ഇഫ് എഫ് ഈസ് ഗിവൺ, ഫോർമുല എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു r by 2. So r will be equal to 2 into f. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ആക്ച്വലി 25 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയേക്കണം. ഇതിൻ്റെ കവറാണിത്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ അകലത്തിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? ഇത് 50 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണിത്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ വിൽ ബി 50 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പാരറ്റസ് റിക്വയർഡ് ഓൺ ദ ഹോം. അതിനുശേഷം നിങ്ങൾ എഴുതണം. എങ്ങനെയാണ് ഇപ്പോൾ ഇതെഴുതണം? ആക്ടിവിറ്റി. യു ഹോൾഡ് ദ മിറർ ഇൻ ദ സൺലൈറ്റ് so that sunlight falls on the mirror, and adjust the paper in such a way the image of the light reflected from the mirror falls on this paper, and adjust the paper in such a way the image formed will be a small point, very small point, and then measure the distance between the paper and the mirror at this condition. Then that will give the focal length. And if you want to find out the radius of curvature, it will be twice the focal length. Okay. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രോബ്ലം അല്ല, ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ ദ, ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫൈൻ പ്രിൻസിപ്പൽ ഫോക്കസ്, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഹൂസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ്. വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്? പ്രിൻസിപ്പൽ ഫോക്കസ് is a point on the principal axis where the light rays coming parallel to the principal axis will pass through, after reflection pass through. That is called the principal focus, or appear to diverge from them. അതായത് കോൺകേവ് മിററിൽ കോൺവെക്സ് മിററിൽ എങ്ങനെയാണ്? ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദാറ്റ് പോയിന്റ്. നമ്മൾ നേരത്തെ വരച്ചപ്പോൾ, കോൺവെക്സ് മിറർ വരച്ചപ്പോൾ ഇങ്ങനെ ഒരു പാരലൽ റേ വന്നാൽ ഇങ്ങനെ പോരും, ഇങ്ങനെ ഒരു പാരലൽ റേ വന്നാൽ ഇങ്ങനെ പോരും. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ടാണ് കണ്ണിന് തോന്നുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അതാണ് പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഇതിലെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം,
find the focal length of a concave mirror whose radius of curvature is 20 centimeters. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് ഓഫ് തന്നേക്കുന്ന ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ R is equal to 20 centimeters. ഇതിനെ നിങ്ങൾ മീറ്ററിലാക്കി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ആ ഒരു ശീലം ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ മീറ്ററിലാക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 ഇൻറ്റു 10⁻⁻² മീറ്റേഴ്സ് എന്നാണ്. 10⁻². ഇവിടെ നിങ്ങൾ ആക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെൻറ്റിമീറ്റേഴ്സിലായിരിക്കും. നിങ്ങളിങ്ങനെ ശീലിച്ചാൽ നല്ലത്. ഇനി ഭാവിയിൽ നിങ്ങളിങ്ങനെ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ശീലിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴും സിസ്റ്റം ഇൻ്റർനാഷണൽ യൂസ് ചെയ്യുന്നത് നല്ലത്. SI സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഉണ്ട്. നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? വി ഹാവ് ദ ഫോർമുല എന്താണ്? നമുക്കറിയാവുന്ന ഫോർമുല F is equal to R/2. ഏതാണ്? ഫോക്കൽ ലെങ്ത്. F is equal to R/2. അപ്പോൾ ഇവിടെ F എത്ര, R എത്രയാണ് തന്നേക്കുന്നത്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R ഈസ് 20 centimeters or 20 into 10⁻² meters divided by 2. That is equal to 10 into 10⁻². That is equal to 10⁻⁻1 meter. ഇതാണ് ആൻസർ. ഇനി സെൻറ്റിമീറ്റേഴ്സാണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ 20/2 is equal to 10 centimeters എന്ന് കിട്ടും. അത് തന്നെയാണ് ഇത്. 10⁻⁻1 meter is 10 centimeters. അപ്പോൾ മൈ ഒപ്പീനിയൻ ഈസ് ദാറ്റ് നിങ്ങളിങ്ങനെ ഈ രീതിയിൽ മീറ്ററാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോന്നാൽ മതി. മീറ്റർ ആക്കണ്ട എന്ന് പറയുന്നതെങ്കിൽ, അധ്യാപകർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് കുറച്ച് ലോസ്, എങ്ങനെയാണ് ഒരു റേ വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന് കുറച്ച് നിയമങ്ങളുണ്ട്, അത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.